ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. ഇന്നലെ വൈകുന്നേരം ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തിയതോടെയാണ് ഉത്സവത്തിന് തുടക്കമായത്. ആറ്റുകാൽ അമ്പ പുരസ്കാരം മോഹൻലാൽ ഏറ്റുവാങ്ങി. മാർച്ച് 3-നാണ് ആറ്റുകാൽ പൊങ്കാല. ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തി. ക്ഷേത്രമുന്നിലെ പാട്ടുപുരയിൽ ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ ചരിതം പാടി തോറ്റംപാട്ട് തുടങ്ങിയതോടെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവത്തിന് തുടക്കമായി. പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷം. ഉത്സവത്തിന്റെ 9-ാം ദിവസമായ മാർച്ച് 3-നാണ് ആറ്റുകാൽ പൊങ്കാല. ദേവിയെ തൊഴാനായി വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്തർ ഇവിടേക്കെത്തും. അമ്പ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികളുടെ ഉദ്ഘാടനം നടൻ മോഹൻലാൽ നിർവഹിച്ചു. തുടർന്ന് ഇക്കൊല്ലത്തെ അമ്പ പുരസ്കാരം ട്രസ്റ്റ് ഭാരവാഹികൾ മോഹൻലാലിന് നൽകി. എൻ്റെ അമ്മ ശ്രീ ആറ്റുകാൽ ദേവിയുടെ കറതീർന്ന ഒരു ഭക്തയായിരുന്നു. ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഏറ്റവും സന്തോഷിക്കുക അമ്മയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എത്രയോ വർഷങ്ങൾ അമ്മ പൊങ്കാല സമർപ്പിച്ചു. ഏറെ ആരാധിക്കുന്ന ആറ്റുകാൽ അമ്മയുടെ തിരുമുറ്റത്ത് ഈ ചടങ്ങിൽ നിൽക്കുന്നത് സുഹൃതമായി തന്നെ അമ്മ കണക്കാക്കുമായിരുന്നു. മാർച്ച് 3-ന് രാവിലെ 9:45-ന് അടുപ്പുവെട്ടോടെ പൊങ്കാല ആരംഭിക്കും. പൊങ്കാല ദിനത്തിൽ വലിയ സുരക്ഷാ സംവിധാനമാണ് തലസ്ഥാന നഗരിയിൽ ഒരുക്കിയിരിക്കുന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.